ഇവിടുന്നൊക്കെ പാടെ പോയി കാസർഗോഡ് പോയിട്ട് കുനിയാനല്ല. പിന്നെ നമ്മളതെന്താണ്, അത് കാർന്നൊക്കെ പാടെ ആട്ടിത്തൊളിച്ച് അവിടെ പോയി കുനിയാനല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. 8-ാം തീയതി അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാരും വളരെ സന്തോഷത്തോടെ നമ്മെ സൃഷ്ടിച്ച റബ്ബിന്റെ മുമ്പിൽ തല കുനിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ തല കുനിക്കേണ്ടത് റബ്ബിന് മുമ്പിലാണ്, അല്ലെ? തല നിവർന്നുകൊണ്ട് അഹങ്കാരികളാവുന്നതിന് പകരം അള്ളാഹു ചെയ്ത നിഅമത്തിന് വേണ്ടി റബ്ബിന്റെ മുന്നിൽ നമ്മൾ തല കുനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത്രമാത്രം 46 കോടി തഹീയ നമുക്ക് ലഭിച്ചു. അൽഹംദുലില്ലാഹ്. റബ്ബിന്റെ മുമ്പിൽ നമ്മൾ വിനയാന്വിതരാണ്. നമ്മെ നാമാക്കിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും അജയ്യമാണ്. റബ്ബിന്റെ മുമ്പിൽ നമ്മൾ വിനയാന്വിതരാണ്. നമുക്ക് നേതൃത്വം നൽകാൻ നമ്മുടെ ഉസ്താദുമാരുണ്ട്, വിനയാന്വിതന്മാരായ ഉസ്താദുമാരുണ്ട്. അവർ നടത്താൻ തന്നെ തലകുനിച്ചാണ്. കാരണം റബ്ബിന്റെ മുമ്പിൽ കുനിഞ്ഞുകൊണ്ട് വിനയാന്വിതരായിക്കൊണ്ട് നമ്മെ പഠിപ്പിച്ചു. പിന്നെ മനസ്സ് പാറ പോലെ ആവരുത്. അതും കൂറ്റൻ പാറയായാൽ ഒരു നന്മയും ആ മനസ്സിൽ ഉണ്ടാവുകയില്ല. നന്മ ചിന്തിച്ച് നന്മ പ്രവർത്തിച്ച് ഇഖ്ലാസോടുകൂടെ സമസ്യയോടൊപ്പം ചേർന്ന് നിൽക്കാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.